അന്ന് യേശു സിനഗോഗിലാണ്. സിനഗോഗിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് അധികാരമുള്ളവനെ പോലെയാണ്. ഇങ്ങനെ വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ യേശു പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ അവിടെ ഒരുവൻ അലറി വിളിച്ചു. പിശാചിനാൽ പ്രേരിതനായി വിളിച്ചതാണ്. അവൻ പറഞ്ഞു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ദൈവത്തിൻ്റെ പുത്രനാണ്, നീ എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത്? നീ തോന്നുന്നു ഈ പിശാച് നല്ല പിശാചാണ്, അറിവുള്ള പിശാചാണ്. കാര്യം കൃത്യമായിട്ട് പറഞ്ഞു. ഇവിടെ ഇരിക്കുന്ന ജനക്കൂട്ടത്തിന് പോലും അറിയില്ലല്ലോ അവൻ ആരാണെന്ന്. പിശാച് കൃത്യമായിട്ട് പറഞ്ഞു, നീ ആരാണെന്ന് ഞങ്ങൾക്കറിയാം, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. വലിയൊരു സാക്ഷ്യമാണ്. പക്ഷേ ക്രിസ്തുവിന് ഒരു കാര്യം അറിയാം, ഈ അറിവ് ഒരു രീതിയിലും അവനെയും സഹായിക്കുന്നില്ല, അവിടെ ഇരിക്കുന്നവരെയും സഹായിക്കുന്നില്ല. അതുകൊണ്ട് യേശു പറഞ്ഞു, മിണ്ടായിരിക്കണം. അങ്ങനെ നിശബ്ദനാക്കിയതിനു ശേഷം യേശു ആ പിശാചിനെ പുറത്താക്കുകയാണ്. ഒരു കാര്യം ഈ ഗോസ്പൽ നൽകുന്ന തെളിച്ചെന്താണെന്നറിയോ? നമ്മളുടെ അറിവുകളൊന്നും നമ്മളെ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് നയിക്കില്ല. നമ്മുടെ എല്ലാ അറിവുകളും നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കില്ല, നമ്മളെ ദൈവസ്നേഹത്തിലേക്ക് നയിക്കില്ല. ചില അറിവുകളൊക്കെ ആപത്താണ്, അതൊക്കെ അപായ സൂചനയാണ്. ചിലരൊക്കെ ദൈവത്തിൻ്റെ പേരിൽ പ്രവചിക്കുന്നതൊക്കെ കുറിച്ച് കേട്ടിട്ടുണ്ട്. ഒത്തിരി സങ്കടം തോന്നാറുണ്ട്. ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രേരണയാൽ പ്രവചിക്കപ്പെടുന്നതാണെന്നുള്ള സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. എല്ലാ പ്രവചനങ്ങളല്ല പറയുന്നത്. ചില അശുദ്ധാത്മാക്കളുടെ പ്രേരണ മൂലം ചില കാര്യങ്ങൾ പറയുന്നവർ, സത്യമല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർ. ഇന്ന് ഗോസ്പെല്ലിൽ അതാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഗോസ്പെല്ലിൽ കാണുന്ന പിശാചിന് അറിവുണ്ട്, കാര്യങ്ങൾ പറഞ്ഞ് സത്യമാണ്. പക്ഷെ ആ സത്യം ആരെയും സഹായിക്കുന്നില്ല, അവരാരെയും ദൈവവിശ്വാസത്തിലേക്ക് നയിക്കുന്നില്ല. ഇൻറ്റൻഷൻ തെറ്റാണ്. അതുകൊണ്ട് യേശു പറഞ്ഞു, മിണ്ടാതിരിക്കുക. നമ്മളുടെയൊക്കെ അറിവ് നമ്മളെ സഹായിക്കുന്നുണ്ടോ വിശ്വാസത്തിലേക്ക് എത്തിച്ചേരാൻ, ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് എത്തിച്ചേരാൻ? ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? മിണ്ടാതിരിക്കണം. അറിവ് നമ്മളെ കുറച്ചും കൂടി സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അറിവ്? കുറച്ചും കൂടി മൗനം പാലിക്കുന്നതാണ് നല്ലത്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. യേശുവേ, നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റം സുഖമാണീ നൊമ്പരങ്ങൾ. യേശുവേ, നീ എൻ ചാരത്തിരുന്നാൽ ഏറെ സൗഖ്യമായി തീരുമെന്നുള്ളം. യേശുവേ, നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റം സുഖമാണീ നൊമ്പരങ്ങൾ. യേശുവേ, നീ എൻ ചാരത്തിരുന്നാൽ ഏറെ സൗഖ്യമായി തീരുമെന്നുള്ളം. യേശുവേ, നീ എന്നരികിലെന്നാൽ ആശ്വാസമാണീ വേദനകൾ. യേശുവേ, നീ എന്നരികിലെന്നാൽ ആശ്വാസമാണീ വേദനകൾ. ആനന്ദമാണീ ജീവിതം സത്യം, സഹനങ്ങളോ ശക്തിമന്ത്രം. യേശുവേ, നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റം സുഖമാണീ നൊമ്പരങ്ങൾ. യേശുവേ, നീ എൻ ചാരത്തിരുന്നാൽ ഏറെ സൗഖ്യമായി തീരുമെന്നുള്ളം.
ലോകത്തിൽ ആഹ്ലാദമാണെൻ നിത്യരക്ഷ. യേശുവേ നീ എൻ കൂടെയുണ്ടെങ്കിൽ ഏറ്റം സുഖമാണീ നൊമ്പരങ്ങൾ. യേശുവേ നീ എൻ ചാരത്തിരുന്നാൽ ഏറെ സൗഖ്യമായി തീരും.